എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീറ്റ ഷാജി, അരുവിത്തറ സെൻറ്റ് ജോർജ് കോളേജിലെ മലയാള വിഭാഗം അധ്യാപികയാണ്. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ മോഡൽ 1ലെ രണ്ടാം സെമിസ്റ്ററിൻ്റെ മലയാളം കോമൺ കോഴ്സ് പേപ്പറായ കവിത എന്നുള്ള പേപ്പറിൽ ആദ്യത്തെ കവിത മാംസനിബദ്ധമല്ല രാഗം എന്നുള്ള പേരിൽ വിദ്യാർത്ഥികൾക്ക് സിലബസിൽ തന്നിട്ടുള്ള അല്ലെങ്കിൽ കാവ്യകൈരളി എന്നുള്ള യൂണിവേഴ്സിറ്റി പാഠ്യപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു കവിതയുടെ പഠനമാണ്. അതിനെക്കുറിച്ചുള്ള കുറച്ച് വിശദാംശങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യൂണിവേഴ്സിറ്റി പാഠ്യപുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാവ്യകൈരളിയിൽ ഈ മാംസനിബദ്ധമല്ല രാഗം എന്നുള്ള ആ ഒരു ടൈറ്റിലിനെ കുറിച്ചും കുമാരനാശാൻ്റെ ഏത് കവിതയിൽ നിന്നാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ഒരു കുറിപ്പ് അതിൻ്റെ പുറകുവശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് വായിച്ചിട്ടുണ്ടാവാം. ആ കുറിപ്പിൽ ഒരു തെറ്റായ വിവരമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. അത് ഇതാണ്: മാംസനിബദ്ധമല്ല രാഗം എന്നുള്ള വരി വരുന്നതും അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിഷ്കർഷിച്ചിട്ടുള്ളതും കുമാരനാശാൻ്റെ ലീല എന്ന ഖണ്ഡകാവ്യത്തിലെ 3ാമത്തെ സർഗത്തിലെ 47 മുതൽ 74 വരെയുള്ള വരികളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നൽകിയിട്ടുള്ളത്. പക്ഷേ പാഠ്യപുസ്തകത്തിൻ്റെ പിന്നിൽ ചേർത്തിട്ടുള്ള കുറിപ്പിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് 2ാം സർഗത്തിലെ വരികളാണ് എന്ന ഒരു സൂചനയാണുള്ളത്. അത് തെറ്റാണ്. മാത്രമല്ല, ലീലയും മാധവിയും തമ്മിലുള്ള സംഭാഷണമാണ് 2ാം സർഗത്തിൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു പരാമർശവും കൂടി അതിലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വെച്ചിട്ടുള്ള 3ാം സർഗത്തിലെ വരികളിൽ ലീലയും മദനനും തമ്മിൽ കണ്ടുമുട്ടുന്നതും അവരുടെ പിന്നീടുണ്ടാകുന്ന, അതായത് അവർ രേവ എന്ന നദിയിൽ മുങ്ങി മരിക്കുന്നത് വരെയുള്ള സംഭവങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ടും ഓർത്തു വയ്ക്കുക. തെറ്റ് ആവർത്തിച്ച് പഠിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം കുമാരനാശാനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാവ്യ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം നടത്തിയ ചില സാമൂഹിക ഇടപെടലുകളെക്കുറിച്ചും നമുക്കൊന്ന് സാമാന്യമായി പരിചയപ്പെടാം. കുമാരനാശാൻ ജനിച്ചത് 1873 ഏപ്രിൽ 12-നാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴിന് സമീപമുള്ള കായിക്കരയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇനി അദ്ദേഹം മരിച്ചത് തൊട്ടടുത്ത് തന്നെയായിട്ട് അത് സൂചിപ്പിക്കുന്നു. മരണം 1924 ജനുവരി 16-ന് ആലപ്പുഴ ജില്ലയിലെ പല്ലനയാറ്റിൽ നടന്ന റെഡീമർ ബോട്ട് ദുരന്തത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ വീണപൂവ്, അത് ആദ്യം പ്രസിദ്ധീകരിച്ചത് 1907-ലാണ്. തുടർന്ന് നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടിയായ സീത, ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി, കരുണ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ഇത് മാത്രമല്ല, നിരവധി ഇതര കൃതികളും ഗദ്യവും പദ്യവുമായിട്ടുള്ള കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അദ്ദേഹത്തെ പ്രധാനമായിട്ടും നമ്മൾ സ്കൂളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ആധുനിക കവിത്രയത്തിലെ ഒരാൾ എന്നുള്ളൊരു വിശേഷണത്തിലാണ് പലപ്പോഴും അറിയപ്പെടുന്നത്. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക ചിന്തകൾ അദ്ദേഹത്തിൻ്റെ കാവ്യ ജീവിതത്തെ പലതരത്തിൽ സ്വാധീനിച്ചിരുന്നതായിട്ട് നിരവധി പഠനങ്ങളിലൂടെ നമ്മൾ ഒരുപക്ഷെ നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കുമാരനാശാൻ ഒരേ സമയത്ത് തന്നെ ആത്മീയ ജീവിതം വേണോ അതോ ലൗകിക ജീവിതമാണോ, അതായത് ഗാർഹസ്ഥ്യവൃത്തി പോലെയുള്ള ലൗകിക ജീവിതമാണോ പ്രധാനം, അല്ലെങ്കിൽ ഏതാണ് വേണ്ടത് എന്നുള്ളൊരു സംഘർഷം, രതി വിരതി സംഘർഷം എന്നും ഇതിനെ പറയാം. ഇത്തരമൊരു സംഘർഷം കുമാരനാശാൻ്റെ എല്ലാ കവിതകളുടെയും അന്തർധാരയായിട്ട് നിലനിൽക്കുന്നു എന്നൊക്കെയുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ദാർശനിക സ്വഭാവത്തിലേക്ക് കുമാരനാശാൻ്റെ കവിതകൾ വഴിമാറുന്നത് ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള പരിചയത്തിലൂടെയാണ് എന്നുള്ള ഒരു നിരീക്ഷണമാണ് പലയിടത്തും വായിച്ചു കേട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ MP അപ്പൻ എന്ന് പറയുന്ന ഒരു നിരൂപകൻ, അദ്ദേഹത്തിൻ്റെ ശൃംഗാരാവിഷ്കരണം കുമാരനാശാൻ്റെ കവിതയിൽ എന്നുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് കുമാരനാശാന് ശ്രീനാരായണ ഗുരുവിൽ നിന്നും ഒരു നിർദ്ദേശം ലഭിച്ചിരുന്നു. അതായത് ശൃംഗാര കവനങ്ങൾ എഴുതരുത് എന്നുള്ളൊരു നിർദ്ദേശം ലഭിച്ചിരുന്നു. അതിനു മുന്നേ കുമാരനാശാൻ അത്തരം ശൃംഗാര കവനങ്ങൾ എഴുതിയിരുന്നു. എന്നാൽ ഗുരുവിൻ്റെ ഉപദേശത്തിന് ശേഷം അത്തരം ശൃംഗാര കവനങ്ങൾ രചിക്കുന്നതിൽ നിന്ന് കുമാരനാശാൻ പിന്നോട്ട് പോയി എന്നുള്ളൊരു സൂചന MP അപ്പൻ്റെ ആ പുസ്തകത്തിൽ നൽകുന്നുണ്ട്.
ഇത് സൂചിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ, കുമാരനാശാൻ്റെ വ്യക്തി ജീവിതത്തെ ശ്രീനാരായണ ഗുരു എത്രയേറെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതിലേക്കുള്ള ഒരു പരാമർശമായിട്ട് മാത്രമാണത് സൂചിപ്പിച്ചത്. മാത്രവുമല്ല, നമ്മൾ വേറൊരു തരത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ ലീല, നളിനി, കരുണ ഇതുപോലെയുള്ള എല്ലാ കൃതികളിലും ഒരേ സമയത്ത് തന്നെ ശൃംഗാര രസവും അതേപോലെ തന്നെയുള്ള ആധ്യാത്മികതയ്ക്ക് വഴിമാറുന്ന, ആധ്യാത്മികതയും ലൗകിക ജീവിതവും തമ്മിലുള്ള ഈ ഒരു സംഘർഷത്തിന് ഇത്തരം കൃതികളിലെല്ലാം വലിയൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി ആശാന്റെ സാമൂഹിക ഇടപെടലുകളെ കുറിച്ചുള്ളൊരു 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. അദ്ദേഹം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നിന്ന ആളാണെന്ന് മുൻപേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടലുകളെയും ഇവിടെ പരാമർശിക്കുന്നത്. 1904 SNDPയുടെ സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. നിങ്ങൾക്കറിയാം, ശ്രീനാരായണ ഗുരുവാണ് SNDP എന്നൊരു യോഗത്തിൻ്റെ സ്ഥാപകൻ. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വർത്തിച്ചിരുന്നത് കുമാരനാശാനാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് നിൽക്കുന്നിരുന്ന വിവേകോദയം എന്നൊരു മാസികയുടെ എഡിറ്ററായിട്ടും കുമാരനാശാൻ സേവനമനുഷ്ഠിച്ചിരുന്നു. 1913 ശ്രീമൂലം പ്രജാസഭയിലേക്ക് കുമാരനാശാൻ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇനി കുമാരനാശാന്റെ ജീവിതത്തിലെ ഒരു കരുണ അടക്കമുള്ള കൃതികളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ഒരു ബുദ്ധമതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ ബുദ്ധമത ദർശനങ്ങളുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് പല കവിതകളിലും ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കും. അത്തരം ദർശനങ്ങൾ, ബുദ്ധമത ദർശനങ്ങളിലേക്ക് ഒരു സൂചന ലഭിക്കുന്ന ഒരു കൃതി അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയുടെ പരിഭാഷയാണ് കുമാരനാശാൻ നിർവഹിച്ചത്. അത് ശ്രീബുദ്ധ ചരിതം എന്നുള്ള പേരിലാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ലീല എന്ന കാവ്യത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും അതിൻ്റെ ഇതിവൃത്ത ഘടനയെക്കുറിച്ചുമാണ് സാമാന്യമായിട്ടൊന്ന് പരിശോധിക്കുന്നത്. ലീല എന്ന കാവ്യത്തിൽ 3 കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. മറ്റു കഥാപാത്രങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കിതിൻ്റെ ചർച്ചയുടെ ഇടയ്ക്ക് അതാത് സന്ദർഭത്തിൽ പറഞ്ഞു പോകാം. പ്രധാന കഥാപാത്രം നായികയായ ലീല തന്നെയാണ്. അവളുടെ കാമുകനായ മദനനാണ് മറ്റൊരു കഥാപാത്രം. ലീലയുടെ തോഴിയും ഈ കാവ്യത്തിലുടനീളം നിലനിൽക്കുന്നതുമായ ഒരു സാന്നിധ്യമാണ് മാധവിയുടേത്. 3 സർഗങ്ങളായിട്ടാണ് ലീല എന്ന കാവ്യം സംവിധാനം ചെയ്തിട്ടുള്ളത്. 1-ാം സർഗത്തിൽ 1 മുതൽ 76 വരെയുള്ള ശ്ലോകങ്ങളാണ് നിബന്ധിച്ചിട്ടുള്ളത്. 1-ാമത്തെ സർഗം ആരംഭിക്കുന്നത് പ്രണയപരവശേ എന്ന സംബോധനയോടുകൂടിയാണ്. പ്രണയപരവശി എന്ന സംബോധനയുടെ അർത്ഥം അനുരാഗത്താൽ പരവശിയായവളെ എന്ന് സംബോധന ചെയ്യുകയാണ്. ആരെയാണ് സംബോധന ചെയ്യുന്നത്? മാധവി എന്ന് പറയുന്ന തോഴി അവളുടെ ലീല എന്ന നായികയെ സംബോധന ചെയ്യുകയാണ്. പ്രണയത്താൽ പരവശിയായി അവശതയായി കിടക്കുന്ന ലീലയോട് ഒരു ആശ്വാസവചനം പറഞ്ഞുകൊണ്ടാണ് മാധവിയുടെ വാക്യങ്ങളിലൂടെ ലീല എന്ന കാവ്യത്തിലെ 1-ാമത്തെ സർഗം ആരംഭിക്കുന്നത്. മാധവി ലീലയെ അറിയിക്കുന്ന വാർത്ത ശുഭവാർത്തയാണ്. എന്താണ് ആ വാർത്ത? മദനൻ എന്ന അവളുടെ കാമുകൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് അവൾ അറിയിക്കുന്നത്. ദൂരെ ഒരു ദിക്കിൽ ജീവിച്ചിരിക്കുന്ന കാമുകന്റെ വാർത്ത മാധവി ലീലയെ അറിയിക്കുന്നു. അതൊരു ശുഭവാർത്തയായിട്ടാണ് കാവ്യം ആരംഭിക്കുന്നത്. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സങ്കേതമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അതായത് മദനൻ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത ലീലയെ മാധവി അറിയിക്കുന്നു. ആ മാധവി മദനനെ നഷ്ടപ്പെടുന്നത് വരെയുള്ള, അല്ലെങ്കിൽ എന്ത് കാരണം മൂലമാണ് മദനൻ നാടും വീടും വിട്ട് ദൂരെ ഒരു ദിക്കിൽ കാട്ടിൽ പോയി വസിക്കേണ്ടി വരുന്നത്, എങ്ങനെയാണ് ലീലയ്ക്ക് മദനനെ നഷ്ടമായത് മുതലായ വസ്തുതകളാണ് ഇനിയൊരു പൂർവ്വകഥ പറയുന്നത് പോലെ തുടർന്നുള്ള ഭാഗങ്ങളിൽ 1-ാം സർഗത്തിൽ ആഖ്യാനം ചെയ്യുന്നത്. ഏറെക്കുറെ ആ കഥ ഇത്തരത്തിലാണ്. ഒരു വർത്തകനായ, അതായത് കച്ചവടക്കാരനായിരുന്നു ലീലയുടെ പിതാവ്. അങ്ങനെ കച്ചവടമൊക്കെ ചെയ്ത് അവർ ജീവിക്കുന്ന ഒരു കാലയളവിൽ വളരെ ധനികനാണ്. ലീല വളരെയധികം ഗുണവതിയാണ്. വളരെയേറെ ഗുണമുണ്ട്, അവൾക്ക് കഴിവുകളുണ്ട്, അതേപോലെ തന്നെ കുലമഹിമയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ, എല്ലാ തരത്തിലുമുള്ള ഒരു ഉന്നത വ്യക്തിത്വമായിട്ടാണ് ലീലയെ
ലീല എന്ന കാവ്യത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അവളുടെ സുഹൃത്തും അല്ലെങ്കിൽ ഒരു കാമുകനുമായിട്ട് മദനനെ കുറിച്ച് ഒന്നാമത്തെ സർഗത്തിൽ അധികം സൂചനകൾ നൽകിയിട്ടില്ല. എങ്കിലും ഇത്തരം എല്ലാത്തരം സാമ്പത്തികവും സാമൂഹികവും ഒക്കെയായ ഒരു ഔന്നിത്യം ഇല്ലാത്തൊരാളായിരിക്കാം മദനൻ എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ലീല സമ്പന്നയാണ്, സുന്ദരിയാണ്, എല്ലാത്തരം കുലത്തിൻ്റെയും കലകളുടെയും ഒക്കെ ഒരു മകുടമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ലീലയെ അവളുടെ പിതാവ് മറ്റൊരു വർത്തകൻ്റെ മകനു വേണ്ടി, മറ്റൊരു കച്ചവടക്കാരൻ്റെ മകനു വേണ്ടി, അതായത് ഒരേ ഗോത്രത്തിലെ തന്നെ മറ്റൊരുവൻ്റെ മകനുമായി വിവാഹം നിശ്ചയം ചെയ്യുന്നു. അത് ലീലയുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടിയല്ല. പക്ഷേ ലീല അതിന് സമ്മതിക്കുന്നത് അവളുടെ കുലത്തിൻ്റെ ക്രമം, അതുപോലെ തന്നെ ഗുരുഭൂതന്മാരുടെ വാക്കുകൾ കേൾക്കാനുള്ള അവളുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വഭാവം, പിന്നെയുള്ളത് തരുണികളുടെ അസ്വതന്ത്രത എന്നുള്ളൊരു വാക്കാണ് കുമാരനാശാൻ ഉപയോഗിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കാത്ത ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ലീല എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഈ കവിതയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ലീലയ്ക്ക് മദനനെയാണ് തനിക്ക് ഇഷ്ടം എന്ന് വെളിപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും തന്മൂലം പിതാവ് ആരെയാണോ അവൾക്ക് വേണ്ടി കണ്ടെത്തിയത് അയാളെ വിവാഹം ചെയ്യാൻ ലീല തയ്യാറാവുകയും ചെയ്യുകയാണ്. എന്നാൽ വിവാഹത്തിനു ശേഷവും അവൾ പൂർണ്ണമായും ആ ഒരു ജീവിതത്തിൽ മുഴുകിയല്ല ജീവിക്കുന്നത്. അവളുടെ ഓർമ്മകളിലുമെല്ലാം മദനൻ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് ഈ 1-ാം സർഗത്തിൽ ലഭ്യമാണ്. അങ്ങനെ വിവാഹശേഷം വളരെ യാന്ത്രികമായ ലീല ജീവിച്ചു കൊണ്ടിരിക്കെ ഒരു സുപ്രഭാതത്തിൽ അവളുടെ സഹനീയ ശായിയാം അവൻ ഒരു ഉഷസ്സിൽ ഉണർന്നിടാതെയായി എന്നുള്ളൊരു വരിയാണ് കുമാരനാശാൻ 1-ാം സർഗത്തിൽ ചേർത്തിട്ടുള്ളത്. അതായത് സഹനീയ ശായി, അതായത് കൂടെ കിടന്നുറങ്ങുന്ന ഒരുവൻ, ഭർത്താവ് എന്നിവിടെ സൂചന. അങ്ങനെയുള്ള ഭർത്താവ് ഒരു ഉഷസ്സിൽ, ഒരു സുപ്രഭാതത്തിൽ മരിച്ചുപോയി എന്നുള്ള സൂചന ഈ കാവ്യത്തിൻ്റെ 1-ാം സർഗത്തിൽ നൽകുന്നുണ്ട്. അതേ തുടർന്ന് ലീല അവളുടെ പിതൃഭവനത്തിലേക്ക് തിരികെ പോവുകയാണ്. പിതൃഭവനത്തിലെത്തുമ്പോഴാണ് അവളുടെ പിതാവ് മരിച്ച വിവരവും പിതാവ് മരിച്ചതിനെ പിന്തുടർന്ന് അമ്മ സതി അനുഷ്ഠിച്ച വിവരവും അവൾ അറിയുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും അവളുടെ പിതാവും അതേപോലെ തന്നെ മാതാവും ഭർത്താവും ഒക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ അവൾക്ക് തുണയായി ലഭിക്കുന്നത് മാധവി എന്ന അവളുടെ പഴയ സഖിയെ തന്നെയാണ്. അങ്ങനെ ഇരുവരും സംസാരിച്ചുകൊണ്ടൊക്കെ കാലം പോകുമ്പോഴാണ് മാധവിയോട് ലീല മദനൻ്റെ വിവരങ്ങൾ ആരായിരുന്നത്. അപ്പോൾ മാധവി ലീലയോട് പറയും, മദനൻ ലീലയുടെ വിവാഹവും അതിനുശേഷമുള്ള വാർത്തകളുമൊക്കെ അറിഞ്ഞ് നാട് വിട്ടുപോയി എന്നുള്ളൊരു വാർത്തയാണ്, അല്ലെങ്കിൽ അവന് സ്വബോധം നഷ്ടമായി നാട് വിട്ടുപോയി എന്നൊരു വാർത്ത മാധവി ലീലയെ അറിയിക്കും. ഇതെല്ലാം 1-ാം സർഗത്തിലാണ് ഉള്ളടങ്ങുന്നത്. അങ്ങനെ നാട് വിട്ടു പോയ മദനൻ്റെ വാർത്ത അറിഞ്ഞ ലീല വിഷമിക്കുകയും മദനനെ കണ്ടു കിട്ടണമെന്നും മദനനെ വീണ്ടും കാണണമെന്നും ആഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെ ലീലയുടെ ആഗ്രഹപ്രകാരമാണ് മദനനെ അന്വേഷിച്ച് മാധവി യാത്ര ചെയ്യുന്നത്. വളരെയധികം യാത്ര ചെയ്തതിന് ശേഷമാണ് ദൂരെ ഒരു ദേശത്ത് മാധവൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത ദൂരെ ഒരു ദേശത്ത് മദനൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത മാധവി ലീലയെ അറിയിക്കുന്നത്. ആ ശുഭവാർത്ത ആദ്യ ഭാഗത്ത് നമ്മൾ കേട്ടു. പ്രണയ പരവശി ശുഭം നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ ഈ ഒരു ശുഭവാർത്തയാണ് മാധവി അറിയിക്കുന്നത്. ഇത്രയും ഭാഗമാണ് 1-ാം സർഗത്തിലുള്ളത്. ഇവിടെ 3 കഥാപാത്രങ്ങൾ പ്രധാനമായിട്ടുമുണ്ട്. അതേപോലെ തന്നെ ലീലയുടെ ഭർത്താവ്, പിതാവ്, മാതാവ്, ഇത്തരം കഥാപാത്രങ്ങൾ കൂടിയുണ്ട്. പക്ഷെ അവർക്ക് ഈ കവിതയിൽ വലിയ പ്രസക്തി ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ലീലയുടെ ഇതിവൃത്ത ഘടനയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള കുട്ടിക്കൃഷ്ണമാരാർ, അതുപോലെ തന്നെ വള്ളത്തോൾ, ഇവരുടെ ഒരു നിരൂപണ പഠനത്തിൽ വള്ളത്തോളിൻ്റെ അതിനുശേഷമാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ നിരൂപണ പഠനം വരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കണ്ടെത്തലിൽ ഈ ലീല എന്ന കാവ്യത്തിൻ്റെ ഇതിവൃത്ത ഘടനയ്ക്ക് ചേരാത്ത തരം കഥാപാത്ര നിർമ്മിതികളാണ് ഈ ലീലയുടെ ഭർത്താവിനും
മാതാവിനും പിതാവിനും നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു നിരീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് അതിൽ നിന്നുകൊണ്ടാണ് ലീല ഭർതൃഘാതകി, അതായത് ഭർത്താവിനെ കൊന്നവളാണ് എന്നുള്ളൊരു നിരൂപണ രീതിയൊക്കെ വന്നത്. അതായത് ലീല മദനനിലേക്ക് എത്താൻ, അതായത് അവളുടെ കാമുകനായ മദനനിലേക്ക് എത്താൻ ഭർത്താവിനെ കൊന്നുകളയുകയായിരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തുത അതിൻ്റെ ഉള്ളിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചനകളൊക്കെ ഇവരുടെ നിരൂപണ പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ അത്തരം അന്വേഷണങ്ങൾ സംഭവിക്കുന്നത് ലീല എന്ന കാവ്യത്തിൻ്റെ ഇതിവൃത്ത ഘടനയിൽ ലീലയുടെ ഭർത്താവിനും മാതാപിതാക്കൾക്കും ഒരു വ്യക്തിത്വമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിനെ മുൻനിർത്തിയാണ് ഇങ്ങനെയുള്ളൊരു നിരീക്ഷണം അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത്തരം ഭാഗത്തോടുകൂടി ഒന്നാം സർഗം അവസാനിക്കുകയാണ്. അതായത് ഒന്നാം സർഗത്തിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ലീലയുടെ മദനൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത അവളെ മാധവി അറിയിക്കുന്നു. തുടർന്ന് അവരുടെ പൂർവ്വജീവിതം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ. ഇത്രയും ഭാഗമാണ് ഒന്നാം സർഗത്തിൽ പ്രധാനമായിട്ടുമുള്ളത്. 1 മുതൽ 76 വരെയുള്ള ശ്ലോകങ്ങൾ, അതായത് 76 ശ്ലോകങ്ങളാണ് ഒന്നാം സർഗത്തിലുള്ളത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഇനി രണ്ടാം സർഗത്തിൽ 1 മുതൽ, അതായത് 70 ശ്ലോകങ്ങളാണ് രണ്ടാം സർഗത്തിലുള്ളത്. ഈ രണ്ടാം സർഗത്തിൽ പ്രധാനമായിട്ടും സംഭവിക്കുന്നത് ലീലയും അവളുടെ സഖിയായ മാധവിയും തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. ലീലയ്ക്ക് മദനനിലേക്ക് എത്തപ്പെടണമെന്നുള്ള ആഗ്രഹം തീവ്രമായിരിക്കുന്നു. അതേസമയത്ത് മാധവി ലീലയെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിന്തിരിപ്പിക്കുന്ന മാധവി ഉന്നയിക്കുന്ന വാദം ലീല അവളുടെ കുലം തുടരാനുള്ള, അല്ലെങ്കിൽ അവളുടെ കുലം നിർത്തേണ്ട ഏക വ്യക്തി ഇനി അവരുടെ കുടുംബത്തിലുള്ളത് ലീല മാത്രമാണ്. അതേ സമയത്ത് തന്നെ മദനൻ ബോധം നശിച്ചവനായി നാടുവിട്ടു പോവുകയും ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ മദനനെ ഇനി പിന്തുടർന്ന് കണ്ടെത്തേണ്ടതിനേക്കാൾ ലീലയുടെ പിൽക്കാല ജീവിതത്തെക്കുറിച്ചാണ് സഖി ബോധവതിയാവുന്നത്. അതേസമയത്ത് ലീല അവളുടെ മദനനോടുള്ള പ്രണയം എത്ര തീവ്രമാണ് എന്നും സ്നേഹത്തെക്കുറിച്ച് അവളുടെ കാഴ്ചപ്പാട് എന്തൊക്കെയാണ് എന്നുള്ളതും മാധവിയോട് വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ സർഗത്തിൽ ചെയ്യുന്നത്. അങ്ങനെ കാട്ടിനുള്ളിലേക്ക്, മദനൻ കാട്ടിലാണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു, വിദൂരത്തുള്ള ഒരു കാട്ടിൽ അവൻ മൃഗങ്ങളുമൊക്കെയായി ചേർന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യ സഹവാസം വെടിഞ്ഞു ജീവിക്കുന്നു എന്നുള്ളതാണ് കാവ്യത്തിൽ നൽകുന്ന സൂചന. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന മദനനരികിലേക്ക് മാധവിയും ലീലയും കൂടി പോകുന്നതാണ് രണ്ടാമത്തെ സർഗത്തിൻ്റെ അവസാന ഭാഗത്തായിട്ടുള്ളത്. മൂന്നാമത്തെ സർഗത്തിൽ 85 ശ്ലോകങ്ങളാണുള്ളത്. മൂന്നാമത്തെ ഈ ഒരു സർഗത്തിലാണ് ലീലയും മദനനും തമ്മിലുള്ള സമാഗമം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുവരെയുള്ള ഭാഗത്ത് നമ്മൾ അങ്ങനെ ഒരു സമാഗമം കാണുന്നില്ല. പൂർവ്വകഥകൾ, മദനനെ തേടിയുള്ള ലീലയുടെ യാത്ര, അവളുടെ അനുഭവങ്ങൾ, അത്തരം സൂചനകളൊക്കെയാണ് ഇതുവരെയുള്ള സർഗങ്ങളിൽ ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ സർഗത്തിലാണ് അവരെ കണ്ടുമുട്ടുന്നത്. ആ കണ്ടുമുട്ടുന്ന ഭാഗമാണ് മഹാത്മാഗാന്ധി സർവകലാശാല നിങ്ങൾക്കായിട്ട് പഠിക്കാൻ വെച്ചിട്ടുള്ളത്. മൂന്നാമത്തെ സർഗം ആരംഭിക്കുമ്പോൾ പ്രകൃതിയുടെ സാന്നിധ്യത്തിൽ വളരെ വികാരവതിയായി കാണപ്പെടുന്ന ലീലയെയാണ് അവതരിപ്പിക്കുന്നത്. ലീലയും മാധവിയും അതേപോലെ തന്നെ അവരുടെ കുറച്ചധികം തോഴിമാരും അല്ലെങ്കിൽ കുറച്ചധികം സഹചാരികളും ഒക്കെ ചേർന്നാണ് അവരെ യാത്ര നടത്തുന്നത്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ചെമ്പക പുഷ്പഗന്ധത്തിൻ്റെ സാമീപ്യം ലീലയ്ക്ക് മദനനെ ഓർമ്മിപ്പിക്കുകയും അങ്ങനെ ആ ചെമ്പക പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരിടത്ത് മദനനുണ്ടാവാം എന്ന് ലീല ചിന്തിക്കുകയും അങ്ങനെ അവിടെ മദനന് വേണ്ടി അവർ കാത്തിരിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ കാത്തിരിക്കുന്ന ലീലയ്ക്ക് മുന്നിലേക്ക് മദനൻ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നതിന് ശേഷം അവർ ചുംബിച്ചതിന് ശേഷം ആ കാടിന് സമീപത്തുള്ള രേവാ നദിയിലേക്ക് മദനൻ മുങ്ങുന്നു. അതിനെ പിന്തുടർന്ന്, അതായത് മദനനെ പിന്തുടർന്ന് എന്താണോ മദനൻ അനുഷ്ഠിച്ച കർമ്മം അതേ കർമ്മം ലീലയും ചെയ്യുന്നു. അങ്ങനെ ഇരുവരും രേവാ നദിയിൽ മുങ്ങിപ്പോവുകയും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സഖിയായ മാധവി അതിനുശേഷം ഇവരുടെ രണ്ടുപേരുടെയും വിയോഗത്തിനു ശേഷം ഇവരൊരു ദിവ്യരൂപമായി ഉയർത്തെഴുന്നേൽക്കുന്നത് കാണുകയും അവൾ അതിനുശേഷം സന്യാസം സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്
മൂന്നാമത്തെ സർഗത്തിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ലീല എന്ന കാവ്യത്തെക്കുറിച്ച് ഏറെക്കുറെ ഒരു ഏകദേശ ധാരണ ലഭിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ പാഠഭാഗത്തേക്ക് കടക്കുകയാണ്. പാഠഭാഗത്ത് 47 മുതൽ 74 വരെയുള്ള ശ്ലോകങ്ങളാണ് നിങ്ങൾ പഠിക്കാനായിട്ട് നൽകിയിട്ടുള്ളത്. അതായത് പ്രണയശിഖിയിൽ വെന്തിടുന്നിതാത്മാവണയുക തെന്നൽ അണഞ്ഞു ചെമ്പകത്തിൽ എന്ന് തുടങ്ങുന്ന 47ാമത്തെ ശ്ലോകം മുതൽ ജവം അവിടെ അണഞ്ഞു രേവ നീട്ടും ധവള തരംഗ കരങ്ങളിൽ സദോഷം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന 74ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി ഓർക്കണം. ഈ 47 വരെയുള്ള ശ്ലോകങ്ങൾ, അതായത് മൂന്നാമത്തെ സർഗത്തിലെ 47 വരെയുള്ള, അതായത് 1 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങളെ കുറിച്ച് കൂടി നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. കാരണം ലീലയുടെയും മദനന്റെയും സമാഗമമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നൽകിയിട്ടുള്ള പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമാഗമം നടക്കുന്നത് വരെയുള്ള പശ്ചാത്തലം നിർമ്മിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം രൂപീകരിച്ചിട്ടുള്ളത് ഈ 46 വരെയുള്ള ഒരു ശ്ലോകത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സമാഗമത്തെ പ്രകൃതി എങ്ങനെയാണ് പിന്തുണ നൽകുന്നത് എന്നൊക്കെയുള്ളത് ഈ 46 ശ്ലോകങ്ങളിലായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് ഈ 46 ശ്ലോകങ്ങളിൽ ഓരോ ശ്ലോകത്തിലും എന്ത് പറയുന്നു എന്നുള്ളതല്ല നമ്മൾ നമ്മളിവിടെ നോക്കുന്നത്. പ്രധാനമായിട്ടും എങ്ങനെയാണ് ഒരു പശ്ചാത്തലം രൂപപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടി നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. മൂന്നാം സർഗത്തിൽ വനത്തിലെത്തിയ ലീല മദനന്റെ സാന്നിധ്യത്തെ അബോധത്തിൽ തിരിച്ചറിയുന്നിടത്താണ് മൂന്നാം സർഗം തുടങ്ങുന്നത്. അതായത് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു, ചെമ്പക പുഷ്പത്തിൻ്റെ ഗന്ധം അവളിൽ പൂർവ്വസ്മരണകളെ ഉണർത്തുന്നുണ്ട്. വൃക്ഷശിഖിരങ്ങൾ തങ്ങളെ മാടി വിളിക്കുന്നതായി അവർക്ക് തോന്നുന്നു. അതായത് പ്രകൃതി അനുകൂലമായി നിൽക്കുകയാണ്. മദനന്റെ സാന്നിധ്യമുള്ള പ്രകൃതി ലീലയിൽ മദനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പശ്ചാത്തലമായിട്ട് അവിടെ ഉണർന്നു നിൽക്കുകയാണ്. ചെമ്പക പുഷ്പത്തിന്റെ ഗന്ധം ലീലയിലെ പൂർവ്വസ്മൃതികളെ ഉണർത്തുന്നു. എന്നിട്ട് ലീല ചിന്തിക്കുകയാണ്, പൂക്കളിൽ വെച്ച് ചെമ്പകവും വനിതകളിൽ താനുമാണ് മദനന് പ്രിയപ്പെട്ടത് എന്ന് ലീല അവിടെ പറയുന്നുണ്ട്. അതായത് മദനന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമാണ് ചെമ്പകം, അതുപോലെ തന്നെ വനിതകളിൽ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് താനെന്നും ഇവിടെ ലീല പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി അതിനുശേഷം ലീലയുടെ കുറച്ച് ആത്മകഥകൾ കൂടി ഈ ഭാഗത്ത് കടന്നു വരുന്നുണ്ട്. അതായത് അതൊരു പൂർവ്വകഥയുടെ സ്വഭാവമുള്ള ആത്മകഥനങ്ങളാണ്. ഇപ്പം നമ്മൾ ഒന്നാമത്തെ സർഗത്തിൽ ഏറെക്കുറെ പൂർവ്വകഥ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ വീണ്ടും പൂർവ്വകഥ പറയുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. അതായത് ഇവിടെ പൂർവ്വകഥ പറയുന്നത് ലീലയുടെ കൃത്യമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ്. അതായത് മദനനെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നതിൻ്റെയും അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നതിൻ്റെയും ഒക്കെ പശ്ചാത്തലം എന്തായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ലീല സ്വയം എത്രമാത്രം നിസ്സഹായയായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ നടന്നപ്പോൾ എന്ന് വിശദീകരിക്കുന്ന ഒരു ലീലയുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു പൂർവ്വകഥനവും ഇവിടെ പ്രധാനമായിട്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീല തൻ്റെ നിസ്സഹായ അവസ്ഥ വീണ്ടും വീണ്ടും വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭം കൂടി മൂന്നാം സർഗത്തിലുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം അവൾ പറയുന്നത്, മദനനിലേക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടിട്ടും ഞാൻ എത്തിയെങ്കിലും ഞാൻ ഇപ്പോഴും ശുദ്ധയാണ് എന്നും അവൾ ആവർത്തിച്ച് അവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അവൾ ശുദ്ധയാണെന്ന് അവൾ പറയുന്നത് എന്നറിയോ? താൻ പൊടി തുടച്ച കണ്ണാടി പോലെയും അടിഭാഗം തെളിഞ്ഞ് ശുദ്ധമായി കാണപ്പെടുന്ന കുളം പോലെയും ശുദ്ധമാണ് എന്ന് വെച്ചാൽ അത്രയേറെ മനസ്സും ശരീരവും ശുദ്ധമായ അവസ്ഥയിലാണ് ലീല അവിടെ എത്തിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്രകാരം ശുദ്ധയായി കഴിഞ്ഞാൽ തന്നെ ലീല വളരെ ശുദ്ധയാണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശുദ്ധയാണ്. എങ്കിലും ഇങ്ങനെ ശുദ്ധയായി കഴിഞ്ഞാൽ തന്നെ ഭൗതികമായി അലങ്കരിക്കാൻ ലീല മാധവിയോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ലീലയെ മാധവി പൂമ്പൊടികൾ കൊണ്ടും ഒക്കെ മനോഹരിയായി അലങ്കരിക്കുകയാണ്. അങ്ങനെ അലങ്കൃതയായ ലീല മദനനെ കാത്തിരിക്കുന്നത് ഒരു ശിലയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രകൃതി എല്ലാ തരത്തിലും അനുകൂലമാണ്. പശ്ചാത്തലം നോക്കുക, വളരെ മനോഹരമായ പൂക്കളൊക്കെ വിതറി കിടക്കുന്ന ഒരു പാറപ്പുറത്ത് ലീല എല്ലാ തരത്തിലും അലങ്കൃതയായി മദനനെ കാത്തിരിക്കുന്നു.
രസ സിദ്ധാന്തത്തിലൊക്കെ പറയുന്നതനുസരിച്ച് നോക്കിയാൽ ഇവിടെ ആലംബന വിഭാഗവും ഉദ്ദീപന വിഭാഗവും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതായത് കാമുകൻ വന്നടയാനായി കാത്തിരിക്കുന്ന കാമുകിയാണ് ഇവിടെ കഥാപാത്രം, അല്ലെങ്കിൽ കാമുകൻ വന്നടയാനായിട്ടിരിക്കുന്ന കാമുകിയാണ് ഇവിടുത്തെ ആലംബന വിഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതേപോലെ തന്നെ എല്ലാ തരത്തിലും അനുകൂലമായ പശ്ചാത്തലം ഒരുക്കുന്ന പ്രകൃതി ഇവിടെ ഒരു ഉദ്ദീപന വിഭാഗമായിട്ട് കൂടി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വനം പലവിധ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അനുയോജ്യമായ ഒരു പശ്ചാത്തലം ഒരുക്കുന്നതായി കൂടിയാണ് കുമാരനാശാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ വെച്ചാണ് ലീല മദനനോട് ആത്മഗതങ്ങൾ പോലെ തൻ്റെ പൂർവ്വകഥ സൂചിപ്പിക്കുന്നത്, അവളുടെ നിസ്സഹായത ധ്വനിപ്പിക്കുകയും ചെയ്യുന്നത്. മദനനെ കാണാൻ താൻ തീവ്രമായി അഭിലാഷിക്കുന്നുവെന്ന് ലീല പ്രഖ്യാപിക്കുന്നത് മുതലുള്ള ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ പശ്ചാത്തലം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വനത്തിൽ അലങ്കരിക്കപ്പെട്ട ലീല മദനനെ കാത്തിരിക്കുന്നു, അവളുടെ ആത്മകഥം പറയുന്നു. അവൾ മദനനെ കാത്ത് അക്ഷമയായി ഇരിക്കുകയാണ്, അത്രയേറെ തീവ്രമായ ആഗ്രഹത്തോടു കൂടിയാണ് താൻ ഇരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്നത് മുതലുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ ഓരോ ശ്ലോകവും വിശദീകരിച്ച് പോകുന്നതിന് പകരം അങ്ങനെ വിശദീകരിച്ച് പോകാനല്ല നമ്മളിവിടെ ശ്രമിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ഓരോ വരികളുടെയും ഒരു ആന്തരാർത്ഥവും അല്ലെങ്കിൽ അത് പ്രമേയത്തോട് എങ്ങനെയാണ് ബന്ധിപ്പിച്ച് നിൽക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കാൻ മാത്രമാണ് ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ പാഠഭാഗത്തേക്ക് നമുക്ക് പോകാം. അവിടെ ദയനീയമാവണ്ണം കരുണ തോന്നിപ്പിക്കുന്ന തരത്തിൽ പുലമ്പിക്കൊണ്ട് ലീല മോഹാലസ്യത്തിലിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ദയനീയമാം വിധം സ്വയവും അതുപോലെ തന്നെ ലീല സ്വയവും അതുപോലെ തന്നെ മദനൻ കേൾക്കണമെന്നുള്ള അല്ലെങ്കിൽ മദനൻ അടങ്ങുന്ന പ്രകൃതിയോട് അബോധത്താൽ എന്നവണ്ണം അവൾ അവളുടെ നിസ്സഹായത പുലമ്പുകയും അവനെ കാണാനുള്ള അവളുടെ ആഗ്രഹം ആവർത്തിച്ച് കേണപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു തീവ്രതയിൽ മോഹാലസ്യപ്പെടുന്ന ലീല ഒരു പാറപ്പുറത്ത് ഇരിക്കുകയാണ്. അവരുടെ അവസ്ഥ എങ്ങനെയാണ് എന്ന് ഉപമകളിലൂടെ കുമാരനാശാൻ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ കാറ്റ് അടങ്ങിയ പൊയ്ക പോലെയും വണ്ടിൻ്റെ മൂളലടങ്ങിയ പൂച്ചെടി പോലെയുമായിരുന്നു എന്നുള്ള ഒരു ഉപമയാണ് ലീലയുടെ ആ സമയത്തെ ഒരു അവസ്ഥ വിശദീകരിക്കാനായിട്ട് കുമാരനാശാൻ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് കൂടി വീണ്ടും പറയുകയാണ്. ഇങ്ങനെ ലീല മദനനെ കാത്ത് അക്ഷമയായി കാത്തിരിക്കുന്നത് ആ കാഴ്ച കണ്ട് മൃഗങ്ങൾ പ്രണയാധിക്യത്താൽ നിശ്ചലമായിരിക്കുന്ന അവരുടെ ഹൃദയം അനങ്ങാതെ തങ്ങളുടെ ഇണകളെ നോക്കി നിൽക്കുകയാണ്. പക്ഷികൾ പാട്ടുമുഴുമിക്കാതെ വൃക്ഷങ്ങളിൽ കൂട്ടമായി ഇരിക്കുന്നു. മരങ്ങളിൽ പടർന്ന വള്ളിച്ചെടികൾ കാറ്റിലുള്ള ആട്ടം നിറുത്തി വൃക്ഷങ്ങളോട് ചേർന്നു നിന്നു. പെട്ടെന്ന് അരങ്ങിലെ മേളം നിന്നുപോയ ഒരിടം പോലെ ഭൂമി മൗനമായി എന്നും ആ ഒരു ഭാഗത്തെ കുമാരനാശാൻ വിശദീകരിക്കുന്നുണ്ട്. അതായത് ലീല മോഹാലസ്യപ്പെട്ടതിനു ശേഷം അതിനോട് ഇണങ്ങുന്ന തരത്തിൽ അതുവരെ അനുകൂലമായിരുന്ന ഒരു പ്രകൃതി പെട്ടെന്ന് അവളുടെ മാനസിക ഭാവങ്ങളുമായിട്ട് ഇണങ്ങുന്ന വിധത്തിൽ വേഗത്തിൽ മൗനമാചരിക്കുന്ന ഒരു ഇടമായിട്ട് പരിവർത്തപ്പെടുന്നതായിട്ടാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. അങ്ങനെ ആ സമയത്ത് തന്നെയാണ് സൂര്യൻ അസ്തമിക്കുന്നതിനോടടുത്തൊരു സമയമാണ് എന്നുള്ളത് കൂടി അവിടെ സൂചനയുണ്ട്. അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ തൻ്റെ മങ്ങിയ രശ്മികൾ കൊണ്ട് ഭൂമിയെ തലോടി. മനസ്സിനെ ആകർഷിക്കുന്ന ലീലയുടെ വിലാപഗീതം ജീവലോകത്തിന് മുഴുവനും കാരുണ്യം ജനിപ്പിക്കുന്നതായിരുന്നു. അവരുടെ ആ ഒരു വിലാപം, മദനന് വേണ്ടി കാത്തുകൊണ്ടുള്ള അവരുടെ ആ നിസ്സഹായത മുറ്റിയ കാരുണ്യമൊക്കെ നമ്മളിൽ ഉണർത്തുന്ന ആ ഒരു വിലാപഗീതം ജീവനുള്ള എല്ലാ ജാലങ്ങളെയും അവരുടെ മനസ്സിനെയും എല്ലാം ദ്രവീകരിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. താൻ അവിടെ എത്തിയതും തൻ്റെ അവസ്ഥയും ഒന്നും അറിയാതെ മദനൻ ഇനി എത്താതിരിക്കുമോ എന്ന ഭയവും അവിടെ ലീലയെ അലട്ടുന്നുണ്ട്. വഞ്ചകരുടെ കുഴലൂത്ത് പാട്ട് കേട്ട് പാമ്പിൻ കൂട്ടവും അശ്രദ്ധമായ ഗാനം കേട്ട് ദേവസമൂഹവും വരും. എങ്കിൽ പിന്നെ ലീലയുടെ മനോഹരമായ സത്യഗാനത്തിന് ഫലമുണ്ടാകാതെ വരുമോ എന്ന് അവിടെ കവി ഇടപെട്ട് സൂചിപ്പിക്കുകയാണ്. അതായത് എന്തൊക്കെ ഉണ്ടായാലും
ഇത്രയേറെ വിലാപഗീതം പൊഴിക്കുന്ന ലീലയുടെ അവസ്ഥ അറിഞ്ഞ് ഒരിക്കലും മദനൻ എത്താതിരിക്കില്ല എന്നുള്ള ഒരു സൂചനയാണ് അവിടെ ഉള്ളത്. പെട്ടെന്ന് തന്നെ മാധവി ലീലയെ മദനൻ എത്തിയ വാർത്ത അറിയിക്കുകയാണ്. കാട്ടിൽ ദീപം പോലെ ശോഭിക്കുന്ന പ്രിയൻ എന്നാണ് മാധവി ഇവിടെ മദനനെ വിശേഷിപ്പിക്കുന്നത്. മദനൻ അതാ എത്തിക്കഴിഞ്ഞു. മദനൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത ഭാഗത്തേക്ക് സൂചനകളുള്ളത്. വികൃതമായ രൂപത്തോടു കൂടിയ മദനന്റെ സമീപത്തേക്ക് ഇണയിൽ ആകൃഷ്ടിയായ പ്രാവിനെ പോലെ അവൾ ലീല അണയുന്നു. അവൻ സ്വബോധം നഷ്ടമായവനാണ്, നാളുകളായി കാട്ടിൽ അലഞ്ഞു നടക്കുന്നവനാണ്. അങ്ങനെയുള്ള അവൻ്റെ ദേഹമൊക്കെ വല്ലാതെ മെലിഞ്ഞുണങ്ങിയ അവസ്ഥയിലായിരുന്നു. അവശനായിരുന്നു അവൻ. സ്വബോധം അവൻ്റേത് നഷ്ടമായിട്ടുണ്ടായിരുന്നു. എങ്കിലും അവൻ ലീലയെ ആഞ്ഞു നോക്കി നിന്നു എന്നുകൂടി അവിടെ കുമാരനാശാൻ സൂചിപ്പിക്കുന്നുണ്ട്. സൗന്ദര്യം നഷ്ടപ്പെട്ട് അസ്ഥി മാത്രമായി തീർന്ന അവൻ അവളെ നോക്കി നിന്നു. ഇവിടെയാണ് കുമാരനാശാൻ മാംസനിബദ്ധമല്ല രാഗം എന്നുള്ള ഒരു വരി നൽകുന്നത്. ധ്രുവമിഹ മാംസനിബദ്ധമല്ല രാഗം എന്നുള്ള വരി നൽകുന്നത്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീലയ്ക്കും മദനനും ഇടയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രണയം എന്ന് പറയുന്നത് സൗന്ദര്യത്തിനും ശരീരത്തിനുമൊക്കെ അതീതമായ പ്രണയമാണ് എന്നുള്ളൊരു സൂചനയാണ് കുമാരനാശാൻ അവിടെ നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്നാലോചിച്ച് നോക്കുക. കാലങ്ങളായി കാട്ടിൽ അലഞ്ഞു നടക്കുന്ന സ്വബോധം നഷ്ടമായ മെലിഞ്ഞ അസ്ഥി മാത്രമായിട്ടുള്ള ഒരുവനും എല്ലാ തരത്തിലും കുലമഹിമയുമൊക്കെയുള്ള അലങ്കരിക്കപ്പെട്ട രീതിയിൽ ഏറ്റവും മനോഹരമായി കാണപ്പെടുന്ന ലീലയും, ഇത് രണ്ടും ഒന്ന് മനസ്സിൽ നമ്മൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. പക്ഷേ അവർക്കിടയിൽ അവരുടേതായ ആ ഭൗതിക വ്യത്യാസങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സൗന്ദര്യമോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ മേനിയോ ഒന്നും അവർക്കവിടെ അവരുടെ ബോധത്തിൽ അതൊന്നും കടന്നു വരുന്നില്ല. അതിനൊക്കെ അതീതമായിട്ടുള്ളൊരു പ്രണയമാണ് അവർ പരസ്പരം ആഞ്ഞു നോക്കി നിൽക്കുന്നതിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത്. അങ്ങനെ അവർ പരസ്പരം തലോടാൻ ഇരുവരും തുനിഞ്ഞെങ്കിലും സ്വന്തം മുഖം കണ്ണാടിയിൽ കണ്ട കുട്ടിയെ പോലെ അവർക്ക് പരസ്പരം അനുഭവപ്പെടുകയാണ്. അവർക്ക് ഒരേ സമയത്ത് സ്വയം മറ്റൊരാളായി, അതായത് അവർ രണ്ടുപേരും വ്യത്യസ്തരായിട്ട് അവർക്ക് കാണാനായിട്ട് ആ ഭാഗത്ത് കഴിയുന്നില്ല എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. ഇവിടെ പരാമർശിക്കേണ്ട മറ്റൊരു സൂചന മാംസനിബദ്ധമല്ല രാഗം എന്നുള്ള കുമാരനാശാന്റെ ആ വരിയെ കുറിച്ചുള്ളതാണ്. ഡോക്ടർ എം ലീലാവതി ടീച്ചറുടെ നവതരംഗം എന്ന പുസ്തകത്തിൽ ഒരു ലേഖനത്തിൽ, കുമാരനാശാന്റെ സ്ത്രീ ദർശനത്തെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ ലീലാവതി ടീച്ചർ പറയുന്ന ഒരു ഭാഗം, ഈ മാംസനിബദ്ധമല്ല രാഗം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കുമാരനാശാൻ അവതരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്നേഹദർശനത്തോട് പൂർണ്ണമായും നമ്മളിന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു അർത്ഥത്തിലല്ല എന്നുള്ളൊരു സൂചനയാണ് ലീലാവതി ടീച്ചർ അവിടെ നൽകുന്നത്. അതായത് ധ്രുവമിഹ മാംസനിബദ്ധമല്ല രാഗം, അതായത് ശരീരനിഷ്ഠമല്ല പ്രണയം എന്ന് കുമാരനാശാൻ അവിടെ പറയുന്നത് ഇതുപോലെ ലീലയും മദനനും വ്യത്യസ്തങ്ങളായ ഭൗതികാവസ്ഥകളിൽ നിൽക്കുമ്പോഴും അവർക്ക് പരസ്പരം പ്രണയം നിലനിൽക്കുന്നു. അതിനർത്ഥം ശരീരപ്രണയം എന്നുള്ളതിനെ കുമാരനാശാൻ വില കുറച്ച് കാണുന്നു എന്നല്ല എന്നുകൂടി അവിടെ ലീലാവതി ടീച്ചർ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് തുടർന്ന് നോക്കാം. തുടർന്ന് ലീല മദനനെ ദയയോടെ ചുംബിക്കുന്നു. അവരുടെ സമാഗമ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലീല മദനനെ ദയയോടെ ചുംബിക്കുന്നു. ആ ചുംബനം എങ്ങനെയുള്ളതാണ്? കുഞ്ഞിനെ അമ്മ എങ്ങനെയാണോ ചുംബിക്കുന്നത് അത്രയേറെ സ്നേഹത്തോടെയും ദയാവായ്പോടുകൂടിയുമായിരുന്നു എന്നാണ് അവിടെ സൂചനകളുള്ളത്. ശുഷ്കിച്ച മരത്തിൽ പുഷ്പിച്ച വള്ളിച്ചെടി പോലെ ലീല മദനനോട് ചേർന്നു നിന്നു. അത് നമ്മൾ മുന്നേ കണ്ടതാണ്. അവരുടെ ശരീരത്തിന്റെ ഭൗതികാവസ്ഥ വിശദീകരിക്കുന്ന ആ ഒരു സൂചന തന്നെയാണ് ഈ ഒരു ഉപമയിലും നമുക്ക് കാണാനായിട്ട് കാണുക. ശുഷ്കിച്ച മരത്തിൽ, ശുഷ്കിച്ച മരം എന്ന് പറയുന്നത് ഇവിടെ മദനനായിട്ട് നമുക്ക് ചിന്തിക്കാമെങ്കിൽ പുഷ്പിച്ച വള്ളിച്ചെടി അവിടെ ലീലയുടെ സൂചനയാണ്. അങ്ങനെ അവര് ചേർന്നു നിന്നു എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ നൽകുന്നത്. ലീല മദനനെ ഓമനെ എന്ന് വിളിച്ച് കരയുന്നു. അവർക്കിടയിലുള്ള ആ ഒരു പ്രണയത്തിന്റെ തീവ്രത ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം ചുംബിച്ച്
സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്നേഹം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് പ്രിയപ്പെട്ടവരുടെ മുഖം കാണുകയും അവരുടെ സ്നേഹം അനുഭവിക്കുകയും ചെയ്ത മദനന് അവൻ്റെ മോഹം അകന്നതുപോലെയാണ് തോന്നുന്നത്. പ്രേയയുടെ മുഖം നിറഞ്ഞ സ്നേഹത്തോടെ നോക്കി അവനും ചുംബിച്ചു. പെട്ടെന്ന് ഭയം ഉണ്ടായതുപോലെ മദനൻ മറഞ്ഞു പോകുന്നു. ലീലയുടെ പരിസരത്ത് നിന്നും മദനൻ മറഞ്ഞു പോകുന്നതായിട്ടാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. അവന്റെ സാന്നിധ്യത്തിൽ, അതായത് മദനന്റെ സാന്നിധ്യത്തിൽ മയങ്ങി നിന്നിരുന്ന ലീല പെട്ടെന്നുള്ള അവന്റെ വിയോഗം അറിയുന്നില്ല. അവര് പരസ്പരം കൈകൾ ചേർത്ത് പുണർന്നു നിന്നിരുന്നു. പെട്ടെന്ന് തന്നെ മദനൻ അവിടെ നിന്നും കടന്നുപോയത് ലീല ആ ഒരു നിമിഷത്തിൽ തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിയുന്ന നിമിഷമാകട്ടെ അവൾ വിലപിക്കുന്നുമുണ്ട്. അവിടെ ലീല മദനനെ പ്രിയപ്പെട്ട പക്ഷി എന്നും അഭിസംബോധന ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട പക്ഷി എന്ന് ലീല മദനനെ അഭിസംബോധന ചെയ്യുന്നു. ഭാഗ്യമില്ലായ്മ മൂലം കൈകളിൽ നിന്ന് നീ, അതായത് പക്ഷി, പറന്നു പോയാലും അനുരാഗത്തിന്റെ അവസാനമില്ലാത്ത ചരട് താൻ വിട്ടുകളയുകയില്ല എന്ന് പറഞ്ഞ് ലീല മദനനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അതായത് അവൻ എങ്ങോട്ടാണോ അപ്രത്യക്ഷമായത് അതിനു പിന്നാലെ പോകുന്ന ലീലയാണ് നമ്മളിവിടെ കാണുന്നത്. ദൂരെ വലിയൊരു മഴക്കാരനിടയിൽ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ചന്ദ്രനെ പോലെ, അല്ലെങ്കിൽ ചന്ദ്രകല പോലെ മദനൻ അപ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നത് ലീല പെട്ടെന്ന് കാണുന്നുണ്ട്. അവളുടെ വിധി കഷ്ടമായ വിധിയാണ് അവൾ അനുഭവിക്കുന്നതെന്ന് ആ ഒരു സന്ദർഭത്തിൽ കവി ഇടപെട്ട് പറയുന്നുണ്ട്. വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ച് കാട്ടിലെത്തി മദനനെ കണ്ടുമുട്ടിയപ്പോൾ അയാളത് അപ്രത്യക്ഷനായിരിക്കുന്നു. എത്രമാത്രം ക്രൂരമാണ് ലീലയുടെ വിധി എന്ന് അവിടെ കവി ഇടപെട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ലീല മദനന്റെ പിന്നാലെ അനുഗമിക്കുന്നതാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. ചന്ദ്രനെ അനുഗമിക്കുന്ന നക്ഷത്രത്തെ പോലെ ലീല മദനനെ പിന്തുടരുന്നു. മാധവി പ്രധാന നക്ഷത്രത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ഉപനക്ഷത്രത്തെ പോലെ ലീലയെ അനുഗമിക്കുന്നു. അതായത് അവിടെ നമ്മൾ കാണുന്നത് മദനൻ മുൻപേ നടക്കുന്നു, അതിനെ അനുഗമിക്കുന്ന ഒരാളായി ലീലയെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇവരെ ഇരുവരെയും, അതായത് ലീലയെ അനുഗമിക്കുന്ന ആളായി മാധവിയെയും അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ദൂരെ നദീതീരത്തുള്ള ഉയർന്ന ഒരു പാറക്കൂട്ടത്തിന്റെ കൊടുമുടിയിലേക്ക് മദനൻ കയറുന്നതാണ് തുടർന്ന് ലീല കാണുന്നത്. മദനന് അപായം പിണയുമെന്ന് ലീല മനസ്സിലാക്കുന്നു. അവളുടെ ഉടൽ ആ തിരിച്ചറിവിന്റെ ദുഃഖത്തിൽ മരവിച്ചു പോകുന്നു. അവൾക്ക് അനങ്ങാൻ കഴിയുന്നില്ല. അവന് ഉടനടി എന്തെങ്കിലും അപായം സംഭവിക്കുമെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ ആ ഒരു തിരിച്ചറിവിന്റെ നിമിഷത്തിൽ അവൾക്ക് കാലും കൈകളുമൊക്കെ മരവിച്ച അവസ്ഥയിലായി പോകുന്നു. അതേ സമയത്ത് തന്നെ രേവ നദിയിലൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതായി കൂടി അവിടെ സൂചനകളുണ്ട്. പെട്ടെന്ന് കാലാവസ്ഥ പ്രതികൂലമാവുകയാണ്. അതുവരെ അവരുടെ സമാഗമത്തിന് അനുകൂലമായിരുന്ന ഒരു കാലാവസ്ഥ പെട്ടെന്ന് മറയുകയാണ്. സൂര്യൻ മറഞ്ഞു. രേവാ നദിക്ക് സമീപമുള്ള വനങ്ങളിൽ നിന്ന് സൂര്യരശ്മികൾ മറഞ്ഞു. ചെമ്പകത്തിൽ നിന്ന് കാറ്റും അകന്നു. ചെമ്പകമരത്തിൽ നിന്ന് കാറ്റും അകന്നുപോയി. ഭൂമി ആകെ മൊത്തത്തിൽ മങ്ങിയതായി കാണപ്പെട്ടു. ഇവിടെ നമ്മൾ വീണ്ടും ആലോചിക്കുക, ഒരു സംഭവം, ഒരു സന്ദർഭത്തിന് പശ്ചാത്തലമായി പ്രകൃതി എങ്ങനെയാണ് കവി മാറ്റി തീർക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. മദനന്റെ അസാന്നിധ്യം ലീല ഇവിടെ തിരിച്ചറിയുന്നു. അത് ഉളവാക്കിയ ദുഃഖത്തിൽ ലീല മദനൻ എത്തി നിന്ന ദിക്കിലേക്ക് ഉറക്കത്തിൽ എന്ന പോലെ നടന്നു. അവളുടെ ഉള്ളിൽ, അവളുടെ അബോധത്തിലാണ് അവൾ ലീല മദനനെ അനുഗമിക്കുന്നത്. മദനൻ എത്തി നിന്ന ദിക്കിലെത്തി അവൾ രേവയിലേക്ക് ഒരു വാൽ നക്ഷത്രത്തെ പോലെ മുങ്ങിത്താഴുന്നു. ഈ മുങ്ങിത്താഴുന്നത് ആരാണ് കാണുന്നത്? മാധവി എന്ന തോഴിയാണത് കാണുന്നത്. ഇതുവരെയുള്ള ഭാഗമാണ് പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മദനൻ എത്തി നിന്ന ദിക്കിലെത്തുകയും രേവയിലേക്ക് ഒരു വാൽ നക്ഷത്രം പോലെ ലീലയും മുങ്ങിത്താഴുകയുമാണ് ചെയ്യുന്നത്. ഇത് കണ്ടു നിൽക്കുന്നത് മാധവി എന്ന തോഴിയാണ്. തുടർന്ന് മാധവി എന്ന തോഴിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മൂന്നാം സർഗത്തിന്റെ കഥ പശ്ചാത്തലം സൂചിപ്പിച്ച ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പാഠഭാഗത്തെക്കുറിച്ചൊരു വ്യക്തത ലഭിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ഒരു പാഠഭാഗത്തു നിന്ന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളെക്കുറിച്ച് കൂടി പരാമർശിക്കാം. സന്ദർഭം വ്യക്തമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചില വരികളാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത്.
അതിലൊന്നാമത്തെ വരി, അഴൽമതി വനമധ്യ ദീപികെ നിൻ നിഴലായി നോക്കുക പിന്നിലോമനെ നീ എന്നുള്ള ഒരു വരിയാണ്. അതിൻ്റെ സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാം. മാധവി അവളെ മദനനെത്തിയ വാർത്ത അറിയിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു വരികളിൽ സൂചിപ്പിക്കുന്നത്. കാട്ടിലെ ദീപം പോലെ ശോഭിക്കുന്ന പ്രിയൻ എന്ന് മാധവി മദനനെ ഇവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സന്ദർഭം ഓർത്തു വെക്കുക. ഇനി 2, ധ്രുവമിഹ മാംസനിബദ്ധമല്ല രാഗം. ഇത് ഈ ലെക്ചർ കേട്ട നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സന്ദർഭം എന്താണെന്ന് കൃത്യമായിട്ടും ഓർമ്മയുണ്ടാവും. ലീലയും മദനനും പരസ്പരം സന്ധിക്കുകയും അവരുടെ ഭൗതികമായ അവസ്ഥകളെയൊക്കെ മറന്ന് അതിനതീതമായി അവർ തമ്മിലുള്ള പ്രണയത്തെ അവർ മനസ്സിലാക്കുകയും അവർ പരസ്പരം ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് കവി കുമാരനാശാൻ ഇടപെട്ട് ഇങ്ങനെ ഒരു വരി പറയുന്നത്. ധ്രുവമിഹ മാംസനിബദ്ധമല്ല രാഗം എന്ന് പറഞ്ഞു വെക്കുന്നത്. അനുരാഗം ശരീരനിഷ്ഠമല്ല എന്നുള്ളൊരു സൂചന വരുന്നത് ലീല, മദനൻ എന്നിവരുടെ ആ ഒരു സമാഗമ സന്ദർഭത്തിലാണ്. അവരുടെ ഭൗതികമായ ശരീരത്തിൻ്റെ അവസ്ഥകളൊക്കെ ആ സന്ദർഭത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. ഇനി 3ാമത്തെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വരി, അടികൾ ഒരു തരിമ്പു മുമ്പു നീങ്ങാതുടൽ മരവിച്ചത കണ്ണും അന്ധമായി എന്നുള്ള ഒരു വരിയാണ്. അത് ക്ലാസ് ലെക്ചറിൽ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. മദനന് അപായം പിണയുമെന്നും ലീല മനസ്സിലാക്കുന്ന ഒരു സന്ദർഭമാണ് അവിടെ നൽകിയിട്ടുള്ളത്. അങ്ങനെ ആ മനസ്സിലാക്കലിൽ അവളിൽ ദുഃഖം ഉണ്ടാവുകയും അവളുടെ ശരീരമാകെ മരവിച്ചതായ ഒരു അവസ്ഥ പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഈ വരിയിൽ സൂചിപ്പിക്കുന്നത്. സന്ദർഭം വ്യക്തമായിട്ടുണ്ടാവാം. രേവാനദിയിലേക്ക് ചാടുന്നതിന് മുൻപേ മദനൻ ഒരു കൊടുമുടിയുടെ മുകളിലേക്ക് ഏറുന്നത് കാണുന്ന ലീലയുടെ മനസ്സിലൂടെ ഉണ്ടാകുന്ന ഒരു തോന്നൽ, അല്ലെങ്കിൽ മനസ്സിൽ ദുഃഖം ഉണ്ടാവുകയും അത് അവളുടെ ശരീരത്തിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു എന്ന് വിശദമാക്കുന്ന ഒരു വരിയാണ് നിങ്ങൾക്ക് തൊട്ടു മുൻപ് പറഞ്ഞതിൽ കാണാനായിട്ട് കഴിയുക. ഇനി 4ാമത്തേത്, അവൾ ഉടനെ കുതിച്ചു കൊള്ളി മീൻ പോൽ അവനതയാവത് ഹന്ത തോഴി കണ്ടാൾ എന്നുള്ളൊരു വരിയാണ്. അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നൽകിയിട്ടുള്ളതിലെ അവസാന വരിയാണെന്നുള്ളതും കൂടി ഓർത്തു വയ്ക്കുക. തോഴിയായ മാധവി ലീല ഒരു കൊള്ളിമീൻ പോലെ രേവാനദിയിലേക്ക് താഴ്ന്നു പോകുന്നത് അഥവാ മുങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. മദനനെ പിന്തുടർന്ന് ലീലയും രേവാനദിയിൽ ഒരു കൊള്ളിമീൻ പോലെ അപ്രത്യക്ഷമാകുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 വരികളാണ് പ്രധാനമായിട്ടും ഈ ഒരു പാഠഭാഗത്ത് നിന്ന് സന്ദർഭം വിശദമാക്കുക എന്നുള്ള ഒരു ചോദ്യത്തിൽ പ്രതീക്ഷിക്കാനായിട്ട് കഴിയുന്നത്. ഇനി അധിക വായനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു 4-5 പുസ്തകങ്ങളുടെ പേരുകൾ കൂടി ഈ ഒരു ലെക്ചറിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിശദമായ വിവരങ്ങൾ ആവശ്യമുള്ളവർക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു ലെക്ചറിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇതിൻ്റെ ഒരു പരിമിതികളൊക്കെ എനിക്ക് ബോധ്യമുണ്ട്. എങ്കിലും ഈ ലെക്ചറുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തത ആവശ്യമുള്ള ഭാഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നൽകിയിട്ടുള്ള എൻ്റെ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആ മൊബൈൽ നമ്പറിൽ തന്നെ അത് തന്നെ വാട്സപ്പ് നമ്പറുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. എനിക്ക് കഴിയുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരാൻ ശ്രമിക്കുന്നതുമാണ്. എന്നെ ശ്രമിച്ച അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.